ഇത് സ്റ്റേജിൽ ഞാൻ ചെയ്യുന്നത് ഒരു പാട്ടിന്റെ സമയമാണ്. 5 മിനിറ്റ് ആണ്. 5 മിനിറ്റ് ആണ്. ഞാനല്ലേ ഇത്? ആണോ? പ്രൊഫഷണൽ ആവുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ ഏഷ്യാനെറ്റിലെ കോമഡി സ്റ്റാർസിൽ വന്നതിന് ശേഷമാണ്. മിമിക്രിയുടെ ലെജൻഡ് കാരണം എനിക്ക് കിട്ടിയൊരു പേരാണ് ശ്രീജിത്ത് പരാം, അബീക്ക. ഇപ്പൊ എം ജി ശ്രീകുമാർ സാറിനെയും ചിത്ര ചേച്ചിനെ എനിക്ക് വരയ്ക്കാൻ പറ്റിയത് ഞാനൊരു മിമിക്രി ആർട്ടിസ്റ്റ് ആയതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് എൻട്രി കിട്ടിയത്. കോമഡി സർക്കസ് എന്ന ഈ പ്രോഗ്രാം അതിഗംഭീരമാണത്, പറയാതിരിക്കാൻ വയ്യ. കൊമ്പനക്കാട്ട് മാത്തുക്കുട്ടിയുടെ മക്കൾക്ക് വാശി വേണം. ഒരു സൈഡൊക്കെ കണ്ടാലേ പഴയ ദിലീപേട്ടന്റെ അതേ രൂപം ഭാവമാണെന്ന് പറയായിരുന്നു. പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാവസന്തം. അതായത് വരാന്നുള്ള ഒരു സംഭവം നമ്മുടെ കയ്യിലല്ല, മൈൻഡിലാണ് എന്നുള്ളത് മനസ്സിലായത് ഈ കോവിഡ് കാലഘട്ടത്തിലാണ്. സാറ് എപ്പോ എന്ന് പറയാൻ പറ്റില്ല, എപ്പോ ഒന്നല്ല അപ്പൊ വരയ്ക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എപ്പോ ഒന്നല്ല അപ്പൊ വരയ്ക്കാൻ ഞാൻ തയ്യാറാന്ന് പറഞ്ഞു. കയ്യിലൂടെ ഒരു ലോറി കയറി പോകുന്നൊരു സാഹചര്യം എനിക്കുണ്ടായിരുന്നു. ഇനിയിപ്പോ ഒരിക്കലും വരയ്ക്കാൻ പറ്റില്ല, കാരണം എനിക്ക് ഈ കൈ കൊണ്ട് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റുന്നില്ല. സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു. കാരണം കൈ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിൽ ഇതൊക്കെ സ്റ്റേജിൽ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടില്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് അത്ഭുതമാണ്, കാരണം എനിക്കിത് കയ്യേ പോയെന്ന് വിചാരിച്ചതാണ്. മിമിക്രി കലാകാരൻ മാത്രമല്ല, നല്ലൊരു കലാകാരനും കൂടിയാണ്. ഏത് വരയില് അല്ലെ മികച്ച നല്ല കുറെ പേരുടെ ചിത്രങ്ങൾ വരച്ചിട്ട് അത് വളരെയധികം വൈറലാണ്. ശരിക്കും വേദികളിൽ തന്നെ ലൈവായിട്ട് ചിത്രങ്ങൾ വരയ്ക്കും. സ്റ്റേജിൽ മിമിക്രിക്ക് പോകുന്ന വേദികളിൽ ചിത്രവും കൂടെ വരയ്ക്കുന്നുണ്ട്, എല്ലാ സ്റ്റേജിലും വരയ്ക്കുന്നുണ്ട്. അപ്പൊ മിമിക്രി നമുക്ക് അവിടെ നിൽക്കാം. അത് മിമിക്രി താരമായി നിൽക്കുന്ന ചേട്ടൻ ഏതൊക്കെ ഗ്രൂപ്പുകളുടെ ഭാഗമായിരുന്നു? ഞാന് പ്രൊഫഷണൽ ആവുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ ഏഷ്യാനെറ്റിലെ കോമഡി സ്റ്റാർസിൽ വന്നതിന് ശേഷമാണ്. അത് ഞാനായിട്ടാവുന്നല്ല, എന്നെ അങ്ങോട്ട് കൊണ്ടുപോകുന്ന പോലെയാ. ഞാൻ ഈ ഷോയിൽ വന്നതിന് ശേഷം അത്യാവശ്യം പോപ്പുലാരിറ്റി കിട്ടിയതിന് ശേഷമാണ് കൊച്ചിൻ കലാഭവനിൽ നിന്ന് വിളി വരുന്നത്. കൊച്ചിൻ കലാഭവനിൽ 2 വർഷം പ്രോഗ്രാം ചെയ്തു. അത് മിമിക്സ് പരേഡ് അല്ല, അന്ന് മിമിക്സ് പരേഡ് നിർത്തിയിരുന്നു. ഗാനമേളയാണ്. അതിൽ 2 എൻട്രി മിമിക്രി വരും. അതിലാണ് 4 പേര് മിമിക്രിക്ക്. അതിൽ ഞാൻ 2 വർഷം പ്രോഗ്രാം ചെയ്തു. അങ്ങനെ കൊച്ചി കലാഭവനിൽ കഴിഞ്ഞിട്ട് ഇനിയിപ്പോ 2 വർഷം കഴിഞ്ഞ് ആർട്ടിസ്റ്റുകളൊക്കെ മാറ്റുകയാണെന്ന് അറിഞ്ഞപ്പോ വിഷമായി. കാരണം കലാഭവനിൽ നിന്ന് ഇറങ്ങേണ്ടി വരും എന്ന് പറഞ്ഞാൽ നമുക്ക് പേരാണ്. ആ കൃത്യസമയത്ത് അതിന്റെ മുകളിലേക്കുള്ള ഒരു സംഭവം അബീക്ക, കൊച്ചിൻ സാഗർ കുറച്ചാൾ നിർത്തി വെച്ചേക്കാണ്. അത് തുടങ്ങുകയാണെന്ന് പറഞ്ഞിട്ട് അബീക്കയുടെ കോൾ എനിക്ക് വന്നു. അബീക്ക പറഞ്ഞു ഇനി അതുവരെയും നമ്മുടെ കലാഭവനിലായിരുന്നു. അപ്പൊ എന്റെ പേര് ഓൾറെഡി ഞാൻ കലാഭവൻ ശ്രീജിത്ത് എന്നാക്കി. അന്നാണ് ഫേസ്ബുക്ക് ഭയങ്കര ഫേമസ് അല്ലേ കലാഭവന്റെ പേര്. അതെ. ഞാനത് കലാഭവനിൽ പ്രോഗ്രാം ചെയ്യുന്ന സമയത്താണ് ഞാൻ ശരിക്കും പറഞ്ഞ ഫേസ്ബുക്ക് അക്കൗണ്ട് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് 2011 ആ നമ്മള് ഫേസ്ബുക്ക് വരുന്ന ഒരു സമയം. അപ്പൊ ഞാൻ എന്റെ പേര് എന്നോട് ഇങ്ങനെ ഒരു ഫ്രണ്ടാണ് എനിക്ക് അക്കൗണ്ട് ഉണ്ടാക്കി തന്നത്. അപ്പൊ എന്താ പേര്, ഇപ്പൊ കലാഭവൻ ശ്രീജിത്ത് ഇട്ടോളാൻ പറഞ്ഞിട്ട് ശ്രീജിത്ത് കലാഭവൻ അങ്ങനെയാണ് കൊടുത്തത്. അങ്ങനെ അതിൽ കൊടുത്തിട്ട് ഇപ്പൊ ശ്രീജിത്ത് കലാഭവൻ എന്ന് വന്നു. ഫേസ്ബുക്ക് കുറെ റിക്വസ്റ്റ് അയച്ചിട്ട് എന്റെ പേര് അങ്ങനെ രജിസ്റ്റർ ആയി. അങ്ങനെ അബീകയുടെ ട്രൂപ്പിൽ 1000 വർഷം കഴിഞ്ഞ് ട്രൂപ്പിൽ ഇപ്പൊ ഈ സ്ക്രീനിലൊക്കെ കാണിക്കും, ഓരോരുത്തരുടെ ഇങ്ങനെ ഫോട്ടോ കാണിക്കും, അടിയിൽ പേര് എഴുതി കാണിക്കും, ശ്രീജിത്ത് കലാഭവൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാണിക്കുമ്പോൾ അബീക ഒരു ദിവസം എന്നോട് പറഞ്ഞു, എടാ അതിന്റെ പേര് ഒന്ന് ചേഞ്ച് ചെയ്താൽ നന്നായിരിക്കും. പുള്ളി ന്യൂമറോളജിയിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോ ഞാൻ പറഞ്ഞു എന്റെ പേര് ഞാൻ കഷ്ടപ്പെട്ടിട്ട് കലാഭവനിൽ എന്റെ പേരിന്റെ കൂടെ കലാഭവൻ ചേർത്ത് വെച്ചേക്കണല്ലേ എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചു. മാറ്റല്ലേ എന്നുള്ള രീതിയിൽ. പക്ഷെ പുള്ളി അത് കഴിഞ്ഞിട്ട് കൊല്ലത്തൊരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് അപ്പൊ എനിക്ക് ജോലി ഉണ്ട് അപ്പോളോടൈസിൽ, പേരാമ്പ്ര അപ്പോളോടൈസിൽ ജോലി ഉണ്ട്. അപ്പൊ ആ ജോലിക്കൊക്കെ പുള്ളി നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കും. നാളെ നിനക്ക് ജോലിക്ക് കൊണ്ടല്ലോ ഞാൻ പോകുന്നൊക്കെ പറയുന്നു. അപ്പൊ പുള്ളി എന്നെ ഞാൻ വെളുപ്പിന് 6 മണിയായി എളമക്കരയിൽ പുള്ളിയുടെ വീട്ടിലെത്തിയപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് 9 മണിക്ക് ജോലിക്ക് പോകാൻ പറ്റിയ നല്ലതായിരുന്നു പറഞ്ഞ പുള്ളി ഞാൻ നിന്നെ അങ്കമാലി ഒരു ആക്കി തരാന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ കാറിൽ തന്നെ കൊണ്ടുവരിക. അപ്പോ ആ സമയത്ത് എന്നോട് റണ്ണിങ്ങിൽ എന്നോട് പറഞ്ഞാൽ അതിന്റെ പേര് ഞാൻ മാറ്റേണ്ട കാര്യം ഇപ്പൊ ആലോചിക്കാന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂമറോളജിസ്റ്റിനെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് ഇങ്ങനെ നമ്മുടെ ട്രൂപ്പിൽ കളിക്കുന്ന ആർട്ടിസ്റ്റാണ്, അവന്റെ പേര് ഒന്ന് കുഴപ്പമുണ്ടോ നോക്കാം. അപ്പൊ ശ്രീജിത്ത് കലാഭവൻ കൊടുത്തപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഈ പേര് മാച്ച് അല്ല, ന്യൂമറിക്കലി പ്രോബ്ലം ആണ്, അപ്പൊ അതും ചേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞപ്പോ ഞാൻ എനിക്ക് ടെൻഷനായി. ഈ പേര് മാറ്റേണ്ട ഒരു അവസ്ഥ കലാഭവൻ ഒരു കണക്കിന് പേരിന് കൂടെ ചേർത്ത് വെച്ചേക്കുക. കുറെ ആർട്ടിസ്റ്റുകൾ കലാഭവന്റെ പ്രോഗ്രാം ചെയ്യാണ്ട് പോലും പേര് ചേർക്കുന്നുണ്ട് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട്. നമ്മളതിൽ പ്രോഗ്രാം ചെയ്തിട്ടും അത് മാറ്റേണ്ടി വരാന്ന് പറഞ്ഞാൽ വലിയ വേദനയാണ്.
അപ്പോ അങ്ങനെ പുള്ളി വിളിച്ചിട്ട് ഇങ്ങനെ കുറെ പേരുകൾ കൊടുത്തു. ചാലക്കുടി, ശ്രീജിത്ത് ചാലക്കുടി, ശ്രീജിത്ത് കൊടകര, ശ്രീജിത്ത് സാഗറിലാണ് കളിക്കുന്നത്. അത് കൊടുത്തു. പക്ഷെ ഒന്നും മാച്ചായില്ല. ലാസ്റ്റ് ഞാൻ മനസ്സോടെ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു, പേരാമ്പ്ര എന്നുള്ള ഒരു സ്ഥലമാണ്, കോഴിക്കോട് അങ്ങനെ ഒരു സ്ഥലമുണ്ട്, പക്ഷെ ചാലക്കുടിയിലും ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, ഇത് ആണ് ലാസ്റ്റ് എനിക്ക് തരാനുള്ള ഒരു പേര് എന്ന് പറയുന്നത് കൊടുത്തപ്പോ ഇത് ഓക്കെയാണ്, ഇത് 100% ഓക്കെയാണ്, ഇതാണ് നിങ്ങളുടെ പേര് വേണ്ടത്. അങ്ങനെയാണ് ശ്രീജിത്ത് പേരാമ്പ്ര വന്നത് അല്ലേ? അതായത് ഞാൻ ഇപ്പൊ ഹാപ്പിയാണ്. കാരണം മിമിക്രിയുടെ ലെജൻഡ് കാരണം എനിക്ക് കിട്ടിയൊരു പേരാണ് ശ്രീജിത്ത് പേരാമ്പ്ര, അബിക. അപ്പോ അത് ഞാൻ ഇന്നും വളരെ അഭിമാനത്തോടെ, ഇനി ഈ ഒരു പേരിൽ നിന്ന് നമ്മൾ മാറ്റണില്ല, രക്ഷപ്പെട്ടാലും ഇല്ലെങ്കിലും നമ്മൾ ഈ ഒരു പേരിൽ നിന്ന് മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ അങ്ങനെ ശ്രീജിത്ത് പേരാമ്പ്ര എന്നുള്ള പേര് വന്നു. ശ്രീജിത്ത് പേരാമ്പ്ര എന്നുള്ള പേര് വരുമ്പോ കുറെ ട്രോളുകൾ ഇങ്ങനെ വരുന്നുണ്ട്. ഞാൻ വരാൻ വൈകി കഴിഞ്ഞ വണ്ടി പ്രോഗ്രാമിന് പോകുമ്പോ അവനോട് ശ്രീജിത്ത് ആരാ ഇനി വരാനുള്ളത്, ശ്രീജിത്ത് പേരാമ്പ്ര, അവനോട് കയറാൻ പറ, പ്രോഗ്രാം ചെയ്തോണ്ടിരിക്കുമ്പോ അവനോട് പോരാൻ പറ, അടുത്ത ഐറ്റം കയറാന്ന് പറയും. അങ്ങനെ കുറെ അവനോട് പോവാൻ പറ എന്നൊക്കെ പറയും. അങ്ങനെ കുറെ ട്രോളുകൾ അവിടെ തന്നെ കിട്ടും, കൂട്ടുകാരന്മാരെ തന്നെ വരുമല്ലേ? അത് ബിബിൻ ജോർജ് ഒക്കെ അങ്ങനെ പറഞ്ഞ് ട്രോളാറുണ്ട് നമ്മൾ ഈ ഒരു പേര് പറഞ്ഞിട്ടാണ്. പക്ഷെ അതൊരു ഭാഗ്യം, വലിയ സന്തോഷമാണ് അതൊക്കെ. ഓക്കെ, തീർച്ചയായിട്ടും. ഇനി കലാപരമായ കാര്യങ്ങള്, അതായത് ചിത്രം വരയ്ക്കുക എന്നുള്ളത് അല്ലെ, ഏറ്റവും വൈവിധ്യമാർന്നിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് വ്യത്യസ്തമായിട്ടുള്ള ശൈലിയാണ് ചെയ്യുന്നത് അല്ലെ? ചിത്രരചന ഞാൻ പഠിച്ചിട്ടില്ല, ബേസിക് വെച്ചിട്ട് തന്നെയാണ് ഏറ്റവും ഞാൻ സ്കൂൾ ടൈമിലൊക്കെ ചെയ്യുമ്പോഴും ഞാൻ എപ്പോഴും ഒരു ക്ലാസ്സിൽ 2ാമത്തെ സ്ഥാനം എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. കാരണം കുറച്ചുകൂടി ചിത്രരചന പഠിച്ചിട്ടുള്ള ആരെങ്കിലൊക്കെ ഉണ്ടാവാറുണ്ട് അവിടെ. അപ്പൊ ഞാൻ ഈ ബേസിക് വെച്ച് ചെയ്യണതും പഠിച്ചിട്ട് ചെയ്യണതും വ്യത്യാസം ഉണ്ടാവുമല്ലോ. ഞാനൊരു സെക്കൻഡറി എന്നുള്ള രീതിയിൽ വരയ്ക്കും, അങ്ങനെ അത്രേ ഉള്ളൂ. പക്ഷെ അത് പിന്നീട് അത് നഷ്ടപ്പെട്ടു പോയി. ഇനിയിപ്പോ കുറെ കാലം അത് ചെയ്യാതിരുന്നു, മിമിക്രിയിൽ വന്നു. പിന്നെ അതിനിടയ്ക്ക് ഒരു അപകടം എനിക്ക് സംഭവിച്ചു. അപകടം, ഒരു വലിയൊരു ആക്സിഡന്റ് സംഭവിച്ചു. അതാണ് എനിക്ക് ഷെയ്ക്കിന്റെ തന്നപ്പോ. അതെ, ശരിക്കും പറഞ്ഞ ഈ ഒരു വലത് കൈ നഷ്ടപ്പെട്ട ഒരാളെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. 100% എന്ന് പറയില്ല, എന്നാലും അന്ന് ഒക്കെ അങ്ങനെ പറഞ്ഞിരുന്നത്. കയ്യിലൂടെ ഒരു ലോറി കയറി പോകുന്ന ഒരു സാഹചര്യം എനിക്ക് ഉണ്ടായിരുന്നു ലൈഫ്. ചേട്ടാ ഇപ്പൊ കൈ പ്ലാസ്റ്റിക് സർജറി ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇത് വെച്ച് ഈ കൈ വെച്ചിട്ടാണ് വരയ്ക്കുന്നത്. നമ്മുടെ ഈ വിരൽ വെച്ചിട്ട്, അതായത് ഈ 2 വിരലുകൾ എനിക്ക് മുട്ടിക്കാൻ പറ്റുന്നുണ്ട്, ചൂണ്ടുവരലും. എനിക്ക് ഈ 5 വിരലുകളും മടക്കാൻ പറ്റില്ല, ഇത്ര വരെ ഉള്ളൂ. ഇത് മുട്ടിക്കാൻ പറ്റുന്നതുകൊണ്ട് മാത്രം എനിക്ക് വരയ്ക്കാൻ പറ്റുന്നതാണ്. അത് പറയുമ്പോൾ അതായത് വരാന്നുള്ള ഒരു സംഭവം നമ്മുടെ കയ്യിലല്ല, മൈൻഡിലാണ് എന്നുള്ളത് മനസ്സിലായത് ഈ കോവിഡ് കാലഘട്ടത്തിലാണ്. കാരണം നമ്മള് ഇത് ഇനിയിപ്പോ ഒരിക്കലും വരയ്ക്കാൻ പറ്റില്ല. കാരണം എനിക്ക് ഈ കൈ കൊണ്ട് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഈ കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നത്, നമ്മളതൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഭക്ഷണം കഴിക്കുന്നത് എന്ന് പറയുന്നത് എല്ലാവരും കഴിയുന്നത്, അതുപോലെ എനിക്ക് ഈ കൈ കൊണ്ട് പറ്റുന്നില്ല. പിന്നെയാണ് പടം വരയ്ക്കണത്, അത് ഒരിക്കലും പറ്റില്ല എന്ന് വിചാരിച്ച് ഞാൻ വിട്ട് കളഞ്ഞൊരു സാധനമായിരുന്നു. പക്ഷേ പലർക്കും പല കാര്യങ്ങൾക്കും തിരിച്ചറിവ് നൽകിയ ഒരു കാലഘട്ടമാണ് നമ്മുടെ കോവിഡ് കാലഘട്ടം, ലോക്ക്ഡൌൺ കാലഘട്ടം. അതിൽ ഞാൻ വേറെ ഒരു പരിപാടിയിൽ ഉണ്ടായപ്പോ വെറുതെ ഒരു പേപ്പറിലൊക്കെ ഇരുന്ന് വരച്ചു നോക്കിയപ്പോ എന്നിട്ട് കൊള്ളാം, പഴയ പോലെ എനിക്ക് വരയ്ക്കാൻ പറ്റുന്നുണ്ട്. വര മാത്രമാണ് എനിക്ക് പഴയ പോലെ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതെ, അങ്ങനെ വരച്ച് കുറെ ഫേസ്ബുക്കിലൊക്കെ ഇട്ടപ്പോൾ കുറെ പേരോട് ഇത് ഭയങ്കരമാണല്ലോ എന്നുള്ളത് നമ്മളൊക്കെ പറഞ്ഞു. ഞാൻ ഭയങ്കര ഒന്നല്ല, എന്നെ സംബന്ധിച്ച് എനിക്ക് അത്ഭുതമാണ്. കാരണം എനിക്കിത് കയ്യേ പോയെന്ന് വിചാരിച്ചതാണ്, പക്ഷെ അവിടെ അതുകൊണ്ട് വരയ്ക്കാൻ പറ്റുന്ന അത്ഭുതമാണ്. അങ്ങനെയൊരു സമയത്താണ് വെടിക്കെട്ട് സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ സമയത്താണ് ബിബിൻ ജോർജിന്റെ പടത്തിന്റെ കുറെ ഫ്രീ ടൈം നമുക്ക് കിട്ടില്ല, നമുക്ക് ചെറിയ റോളാണല്ലോ. നമ്മളവിടെ മാറിയൊക്കെ നിൽക്കുമ്പോൾ പ്രതിജ്ഞൻ ഗുരുവായിരുന്നു പറഞ്ഞിട്ട് നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, മിമിക്രി ആർട്ടിസ്റ്റ് പ്രതിജ്ഞൻ, വളരെ അടുത്ത സുഹൃത്താണ്. ഞാൻ ട്രൂപ്പിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഡാൻസ്. അപ്പൊ നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ടാവും. ഡാർക്ക് ഡാഫോഡിൽസ് ആയിരുന്നു, ഞാൻ ഉണ്ടായിരുന്നുണ്ടായില് ഏത്തായി എന്ന് പറഞ്ഞ സ്ഥലത്ത്. അല്ല, ആഷി എന്ന് പറഞ്ഞ ഒരാളെ എനിക്ക് ഓർമ്മയില്ല, ആഷി. അപ്പൊ നമ്മള് കൂടിയിട്ടുണ്ട്. ശ്രീധരന് ഓൾറെഡി ഞാൻ മുൻകൂട്ടി നമ്മള് ഏത്തായിലൊക്കെ നമ്മൾ അവിടെ വന്ന് കിടന്നുറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഒരുമിച്ച് കോയമ്പത്തൂർ ഷോയ്ക്കൊക്കെ പോയിട്ടുണ്ട്. സൂര്യയുടെ ഷോയ്ക്ക് ഒരുമിച്ച് പോയിട്ടുള്ള നമ്മള്. അതെനിക്ക് ഓർമ്മയില്ലട്ടാ, അത് പറയുന്നു. പ്രതിജ്ഞന് ഞാൻ എന്തെങ്കിലും വരയ്ക്കണതൊക്കെ തമിഴ്നാട്ടിലാണ് സൺ ടിവിയുടെ ഷോസ് ആണ് കൂടുതൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ പ്രതിജ്ഞൻ എന്നോട് പറഞ്ഞു, ഇപ്പോഴത്തെ പ്രതിജ്ഞ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ടീച്ച് ചെയ്യുക, അതായത് പുതിയ സംഭവം പഠിപ്പിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പ്രതിജ്ഞ പറഞ്ഞു, അപ്പൊ നീ ഇങ്ങനെ വരയ്ക്കുന്നുണ്ടെങ്കിൽ നിനക്ക് ഞാൻ സ്റ്റേജിൽ ഒരു ഐറ്റം ഞാൻ പഠിപ്പിക്കാൻ തരാന്ന് പറഞ്ഞു. നോക്കാന്ന് പറഞ്ഞു. ഈ ഒരു കറുത്ത പേപ്പറിൽ നമ്മളിങ്ങനെ പശ കൊണ്ട് നമ്മളിങ്ങനെ വരയ്ക്കും.
വരച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ ഗിൽറ്റ് പൗഡർ ഇങ്ങനെ എറിയുമ്പോൾ ആ രൂപം അവിടെ വരും. ഞാൻ പറഞ്ഞു നീ ഒന്നും മിണ്ടാണ്ടിരുന്നേ, ഇവിടെ കടലാസിൽ തന്നെ വരയ്ക്കണത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഇരിക്കുന്ന സമയത്താണ് അത് ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ട്. ഞാൻ പറഞ്ഞു അത് നടക്കില്ല, ഇത് എനിക്ക് പറ്റില്ല, അത് ജനം കണ്ടുകൊണ്ടിരിക്കില്ലേ. അത് ശ്രീത് ഭായിക്ക് പറ്റും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഊട്ടിയിലൊരു പ്രോഗ്രാം പിടിച്ചിട്ടുണ്ടായിരുന്നു, പ്രദീപ്തിന് ഞാൻ ഉണ്ട്. അപ്പൊ പിന്നെ അതിന്റെ തലേദിവസം ചാലക്കുടിയിൽ ഒരു റൂം എടുത്തിട്ട് പ്രദീപ്തിന്റെ ഫോട്ടോ വരയ്ക്കാൻ എന്നോട് പറഞ്ഞു. ഞാനൊരു കണക്കിന് വരച്ചു, ഓക്കെ അത് ഓഡിയൻസ് കണ്ടുകൊണ്ടിരിക്കണല്ലോ, അപ്പൊ തെറ്റിയാലും കുഴപ്പമില്ലല്ലോ, വരച്ചു. അങ്ങനെ എന്നോട് പറഞ്ഞു നമുക്ക് അടുത്ത ആഴ്ച എൻ്റെ ഒരു ഷോ ഉണ്ട് ഗുരുവായൂർ ചാവക്കാട് എന്തോ മണത്തല ഭാഗത്ത് ഒരു പള്ളിയിൽ ഷോ ഉണ്ട്. അവിടെ ഇത് വരയ്ക്കുന്ന ആള് വരുന്നുണ്ട്. ഇത് വരയ്ക്കുന്ന ആള് വരുന്നുണ്ട്, അവൻ വരുന്നു, നീ സൈഡിൽ നിന്ന് കണ്ട് പഠിച്ചോളണം എന്താണ് അതിന്റെ സംഭവം എന്നുള്ളത്. അപ്പൊ ഞാൻ വരാന്ന് പറഞ്ഞു. എനിക്കന്ന് ഓൾറെഡി മിമിക്രിയൊക്കെ അവിടെ ചെയ്യാനുണ്ട്. അങ്ങനെ പ്രദീപിന്റെ പ്രോഗ്രാമിന് ഞാൻ അവിടെ ചെന്ന് ഈ മറ്റാൾ വരുന്നത് നോക്കിയിരിക്കുന്നത് ഇയാളെ എങ്ങനെ ചെയ്യണം നോക്കിയിട്ട്. അവിടെ ആ പടം വരയുണ്ട്, അവിടുത്തെ പള്ളിയിൽ അച്ഛനെ വരയ്ക്കണം. അങ്ങനെയാണ് ഈ ഷോ പിടിച്ചേക്കണത്. വരച്ചോളണം, ഇത് വരയ്ക്കും. ഈ മനുഷ്യൻ ഈ വരയ്ക്കാന്ന് പറഞ്ഞ പുള്ളിക്കാരൻ വന്നില്ലെന്ന്, എന്തോ അസുഖം പനി എന്തോ ആയിട്ട് പുള്ളിക്ക് വരാൻ പറ്റിയില്ല, വരാൻ പറ്റിയില്ല. അപ്പൊ എന്നോട് പ്രതിജ്ഞ വന്ന് ആ നിമിഷം എനിക്ക് ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. നീ ഇന്ന് വരയ്ക്കണം ഇവിടുത്തെ പള്ളിയിൽ അച്ഛനെ. ഞാൻ പറഞ്ഞു ഞാൻ കണ്ടിട്ട് പോലും ഇല്ല ആളെ, എങ്ങനെ വരയ്ക്കാനാ? പുള്ളിയുടെ ഫോട്ടോ ഒക്കെ ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു ക്ലാസ് എനിക്ക് എടുത്തു. കുറച്ച് സമയം കൂടെ ഉള്ളു ഷോ തുടങ്ങാനായിട്ട്. മെറ്റീരിയൽ കംപ്ലീറ്റ് എൻ്റെ ഉണ്ട്, നീ വരച്ചോളെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഞാൻ നീ വരയ്ക്കാതെ പറ്റില്ല. അങ്ങനെ ഒരു ഗുരുനാഥൻ വേറെ എവിടെ ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നണേ. ശരി, കാരണം കഴിഞ്ഞാൽ തെറ്റിപ്പോയി കഴിഞ്ഞാൽ പണിയാവൂലേ. ഞാനൊന്നും ഡാൻസ് കളിച്ചിരുന്നില്ല, ഭയങ്കര കോച്ചിങ് ഇതാണ്. അപ്പൊ ഞാൻ അന്ന് ആ സ്റ്റേജിൽ എന്നെ നിർബന്ധിച്ച് ഇതാണ് സംഭവം, ഇതിങ്ങനെ അതിന്റെ കൂടെ തന്നെ നിന്നിട്ടുണ്ട്. വരച്ച് ആ പൊടി എറിഞ്ഞ് ആ സാൻഡ് ആർട്ട് ചെയ്തപ്പോ അന്ന് നല്ല കയ്യടി കിട്ടി. എനിക്ക് വിശ്വസിക്കാൻ ഒരുപാട് വിഷമം വെച്ചാൽ സന്തോഷം കൊണ്ട് കണ്ണു പറഞ്ഞു. കാരണം കൈ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഇതൊക്കെ സ്റ്റേജിൽ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടില്ല. അങ്ങനെ അത് ചെയ്ത് ഒരു മാസത്തിന് മുമ്പേ എനിക്ക് MG ശ്രീകുമാർ സാറിന്റെ മുമ്പിലേക്ക് വരയ്ക്കാൻ പറ്റുന്നുള്ളതാണ്. അവിടേക്കൊക്കെയാണ് വരുന്നത്. MG ശ്രീകുമാർ മാത്രമല്ലാന്ന് തോന്നുന്നു, നമ്മുടെ ലുലുവിന്റെ അല്ലെ യൂസഫ് അലി സാറിന്റെ വരച്ചു. അതുപോലെ തന്നെ ചിത്ര ചേച്ചിയുടെ മുമ്പിൽ ചിത്ര ചേച്ചി ബിജുക്കുട്ടന്റെ വരച്ചിട്ട് ബിജുക്കുട്ടൻ വിളിച്ച് സ്പെഷ്യലായിട്ട് കൺഗ്രാജുലേറ്റ്. ചേട്ടനല്ല, അത് ഇന്നസെന്റ് ചേട്ടന്റെയാണ് വരച്ചത്. ഇന്നസെന്റ് ചേട്ടന്റെ പേരക്കുട്ടിയുടെ മുമ്പിൽ ബിജുക്കുട്ടൻ ചേട്ടൻ അത് അപ്രീഷിയേറ്റ് ചെയ്തു മാത്രമല്ല. ബിജുക്കുട്ടൻ ചേട്ടന് വരച്ചിട്ടുണ്ട്. അത് മറ്റേ സോറി, അത് വാഴയുടെ ഇറങ്ങിയപ്പോ അത് ഞാൻ ഫ്ലോറിൽ ഉമിക്കരി കൊണ്ട് ചെയ്തത്. ഓക്കെ, ഞാൻ സ്റ്റേജ് ലൈവിലേക്ക് പോയത്, അത് വരച്ച അത് അപ്രീഷിയേറ്റ് ചെയ്തു. അപ്പൊ അത് ചെയ്തായിരുന്നു. ഇപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സതീശൻ സാറ് അദ്ദേഹത്തിനെ ഇതുപോലെ തന്നെ വരച്ചിട്ടുണ്ട് 3 വർഷങ്ങൾക്ക് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് ഞാൻ വരച്ച് പറവൂര് അദ്ദേഹത്തിന്റെ നാട്ടിൽ തന്നെയായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ എന്നോട് പറഞ്ഞു ഇങ്ങനെ സാറ് വരും, സാറിനെ വരയ്ക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, സാറ് എപ്പോ വരും പറയാൻ പറ്റില്ല, എപ്പോ വന്നാലും അപ്പൊ വരയ്ക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എപ്പോ വന്നാലും അപ്പൊ വരയ്ക്കാൻ ഞാൻ തയ്യാറാന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ ഭാഗ്യത്തിന് ഞാൻ മിമിക്രി സ്പോട്ട് ഡബിങ് ചെയ്യാൻ വേണ്ടി കയറാൻ നിൽക്കുന്ന സമയത്ത് സാറ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ നേരെ ബോർഡ് എടുത്ത് വെച്ചിട്ട് സാറ് ഇങ്ങനെ നടന്നു വരുന്ന സമയം കൊണ്ട് വരച്ച് പുള്ളി അവിടെ ഇരുന്നു. അപ്പൊ തന്നെ പൊടി എറിഞ്ഞു, അപ്പൊ തന്നെ പുള്ളിനെ വിളിച്ച് കയറ്റി കയ്യിൽ കൊടുത്തു. അത് വലിയ ഭാഗ്യാണ്. അത് പക്ഷെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആവുമെന്ന് നമ്മൾ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ അന്നേ പോസ്റ്റ് ചെയ്തു, പ്രതിപക്ഷ നേതാവിന്റെ ചിത്രം ഞാൻ വരയ്ക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അന്നേ പോസ്റ്റ് ചെയ്തായിരുന്നു. പക്ഷെ ഇപ്പൊ അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. ഞാൻ വീണ്ടും റീപോസ്റ്റ് ചെയ്തു. അദ്ദേഹം എന്താ പറയാ മുഖ്യമന്ത്രിയുടെ ചിത്രം വരയ്ക്കുന്ന എന്ത് പറഞ്ഞു. എന്നിട്ട് അന്ന് പുള്ളി വന്ന് ചിരിച്ച് നല്ല സപ്പോർട്ടായിരുന്നു. കലാകാരന്മാരൊക്കെ പുള്ളിക്ക് വലിയ ഇഷ്ടമുള്ള ഒരാളാണെന്ന് തോന്നുന്നു. നല്ല ഭയങ്കര ചിരിച്ച് ക്ഷയിക്കുന്നത്. അതിനുള്ള സമയം കിട്ടിയുള്ളൂ. ആ പിക്ചർ കൊടുത്തു, അത് ആരോ മേടിച്ച് അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടായിരിക്കണം. അങ്ങനെ കേരള ലളിതകലാ അക്കാദമിയുടെ ഭാഗമായിരുന്നു അല്ലെ 2026 എനിക്ക് തോന്നുന്നു. അത് ഏതായിരുന്നു പ്രോഗ്രാം? ഏതായിരുന്നു? ജാലകം 2K26 എന്ന് പറഞ്ഞിട്ട് അതില് ശരിക്കും ഉദ്ഘാടകനായിട്ടൊന്നും അവിടെ എത്തിയത്. എങ്ങനെയായിരുന്നു ഒരു എക്സ്പീരിയൻസ്? അത് നല്ലായിരുന്നു. അത് എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ബേസിക് മാത്രം വെച്ചിട്ട്, അതായത് ചിത്രകാരന്മാര് കൂടുന്നൊരു ഫംഗ്ഷനിൽ ഏറ്റവും വരയ്ക്കാൻ അറിയാത്ത ഒരാൾ ഞാനായിരിക്കും. ഞാൻ വെറുതെ പറയണല്ല, ഞാൻ പഠിച്ചിട്ടില്ല. പിന്നെ ഈ സ്റ്റെൻസിൽ ആർട്ടും അതുപോലുള്ള ആർട്ടുകളൊക്കെ ചെയ്ത് ഒരു ഗിമ്മിക്കായിട്ട് ഒരു സ്റ്റേജിന്റെ ഭാഗമായതുകൊണ്ട് നമുക്ക് സ്റ്റേജിൽ ചെയ്യാൻ പറ്റുന്നു. ഇപ്പൊ MG ശ്രീകുമാർ സാറിനെയും ചിത്ര ചേച്ചിനെയും എനിക്ക് വരയ്ക്കാൻ പറ്റിയത് ഞാനൊരു മിമിക്രി ആർട്ടിസ്റ്റ് ആയതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് എൻട്രി കിട്ടിയത്. കാരണം ആ ചാനലുകളൊക്കെ ആയിട്ട് എന്നെ മിമിക്രി ചെയ്യാൻ വേണ്ടിയിട്ടാണ്, മിമിക്രി ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലാണ്
MG സാറിന്റെ പറയാം നേടാന്നുള്ള സിനിമയിൽ എന്നെ അല്ല സോറി പ്രോഗ്രാമിൽ എന്നെ വിളിച്ചത്. അപ്പൊ ഞാൻ എന്നെ എങ്ങനെ ഇരുത്തി സംസാരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു എന്തൊക്കെയാണ് പ്ലാനിങ് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ വരയ്ക്കും എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് സാറിന് ഒന്ന് വരയ്ക്കാൻ പറ്റുമെന്ന് വെച്ചിട്ട് ഞാൻ വരയ്ക്കാന്ന് പറഞ്ഞു. അത് ഈ ആർട്ട് തുടങ്ങി 22-ാം ദിവസമാണ് ഞാൻ സാറിനെ വരച്ചത് അവിടെ MG സാറിനെ. അപ്പൊ അത് വരച്ചു. അത് വരച്ചിട്ടാണ് പിന്നെ ഒരു 5-6 മാസം കഴിഞ്ഞപ്പോഴാണ് ചിത്ര ചേച്ചിയുടെ വരയ്ക്കാൻ പറ്റിയത്. അങ്ങനെയാണ് പിന്നെ നമ്മുടെ പറഞ്ഞ പോലെ തന്നെ പിന്നെ ഖത്തറിൽ പോയപ്പോഴാണ് അവിടെ യൂസഫ് അലി സാറിന്റെ ലുലുലായിരുന്നു പരിപാടി. യൂസഫ് അലി സാറിന്റെ പിക്ചർ വരച്ച് കുറെ വരച്ചിട്ടുണ്ട്. എനിക്ക് കുറെ ഓർമ്മയിൽ നിൽക്കാതെ കുറെ പേരെങ്ങനെ വരച്ച് എല്ലാ സ്റ്റേജിലും അവിടുത്തെ ആളുകളെയാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അതായത് ഇപ്പോ നമ്മളൊരു ക്ലബിന്റെ പരിപാടിക്ക് പോകുമ്പോൾ അവിടുത്തെ ഒരു സെക്രട്ടറി ആയിരുന്നു, ചിലപ്പോൾ വിട പറഞ്ഞു പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടായിരിക്കാം, അവരെയൊക്കെ വരച്ച് അങ്ങനെയൊക്കെയാണ് നമ്മൾ പിടിക്കുന്നത്. എന്റെ മുന്നിൽ ഇതുപോലെ ഇരിക്കുന്നുണ്ട് അല്ലെ. ഇവിടെ ഇപ്പൊ ആരെയായിരിക്കും വരയ്ക്കാൻ പോകുന്നത്? ഇവിടെ ആരെ വരയ്ക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ ആരെ വരച്ചാലാണ് നമുക്ക് പ്രോഗ്രാം ഹെഡ് ഉണ്ട്, പ്രൊഡ്യൂസർ ഉണ്ട്, എൻ്റെ ഞാനുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഏതെങ്കിലും ഒരു പിക്ചർ വരയ്ക്കാം, അത് ആരെ പോലെ ഇരിക്കുന്നു അവർക്ക് ഇത് കൊടുക്കാം, അതായിരിക്കും ബെറ്റർ. അതായിരിക്കും ഞാൻ പറയുള്ളൂ. തീർച്ചയായിട്ടും. ഇത് എങ്ങനെയുണ്ട്, ഇത് ആരാന്ന് ചോദിക്കുമ്പോ ഇത് മറ്റേ പുള്ളിയല്ലേ എന്ന് പറഞ്ഞു. ആ പുള്ളി തന്നെ, അതന്നെ, അങ്ങനെ വെക്കാം. നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന ആരാണോ അവര് ആരാണ് അത് നോക്കാം. ഇതൊക്കെ ഒരു ഞാണിന്മേൽ കളിയാണ്. ഒരു സക്സസ് ഇതുവരെ വലിയ കുഴപ്പമില്ലാതെ പോയിട്ടുണ്ട്. പിന്നെ നമ്മളിത് നമ്മൾ നേരിട്ട് കാണാത്ത ആളുകളിലൊക്കെ പഠിക്കാനായിട്ട് പിക്ചർ നമ്മൾ വാട്സാപ്പിൽ സെൻഡ് ചെയ്ത് മേടിക്കും. അവര് അയക്കുന്ന ഫോട്ടോ ചിലപ്പോ പഴയ ഫോട്ടോ ഒക്കെ ആയിരിക്കും. പക്ഷെ ഇപ്പൊ ലൈവ് ചെയ്യുമ്പോ അല്ലേ ഞങ്ങൾ അതെ 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 നമ്മള് ഇപ്പൊ നിങ്ങൾ കാണുന്ന ആൾക്കാരെ കുഴപ്പമില്ല, പക്ഷെ ഇതുവരെ കാണാത്ത ആളുകളൊക്കെ നമ്മൾ ആ സമയത്ത് ചെന്ന് വരയ്ക്കാനൊക്കെ പറയും. ഇപ്പൊ യൂസഫ് അലി സാറിനൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി എപ്പോഴും നമുക്ക് മുഖം നമ്മുടെ മനസ്സിൽ ഉണ്ടാവും. അതുപോലെ MG സാർ, ചിത്ര ചേച്ചിയൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഒരു ഇതങ്ങനെയാണ് അതിന്റെ ഒരു. നമുക്കൊന്ന് വരച്ചു നോക്കിയാലോ? അത് വരയ്ക്കാം, നോക്കാം. ശരി ശരി. ഇത് ഏകദേശം എത്ര ടൈം എടുക്കും ഇങ്ങനെ വരയ്ക്കാനായിട്ട്? ഇത് സ്റ്റേജിൽ ഞാൻ ചെയ്യുന്നത് ഒരു പാട്ടിന്റെ സമയമാണ്, 5 മിനിറ്റ് ആണ്. 5 മിനിറ്റ് ആണ്. ഈ വേദിയിലിരിക്കുന്ന പ്രധാനപ്പെട്ട ഗസ്റ്റുകളെയാണോ വരയ്ക്കുന്നത്? ഭൂരിഭാഗം അങ്ങനെയാണ്. അത് അവരുടെ പ്രസൻസ് അവിടെ ഉണ്ടെങ്കിലാണ് ഈ ഒരു ആർട്ടിന് അവിടെ ഒരു വാല്യൂ ഉള്ളൂ. ഫിനിഷ് ചെയ്യാം. ഞാനല്ലേ ഇത്? ആണോ? ഓ, ഞാനിപ്പഴാ അമ്മേ ഇത്ര ഗ്ലാമർ ആക്കി ഞാൻ വരച്ചു തന്നിട്ട് മാക്സിമം ഗ്ലാമർ കൂട്ടിട്ട് വരച്ചിട്ടുണ്ട്. എന്താ പറയണെന്ന് എനിക്കറിയില്ല ചേട്ടാ. ഓക്കെ ആണോ? ഒരു പരീക്ഷണം അത്രേ ഉള്ളൂ. അല്ല, ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് ചേട്ടൻ എന്തൊക്കെ കുത്തിക്കുറിക്കാനുണ്ടോ? പക്ഷെ അത് ഞങ്ങളുടെ ഒരു സ്കെച്ച് വരച്ചെടുത്തതാണ്. ഓക്കെ ആണോ? ഹാപ്പി ആണോ? താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനി ഒരുപാട് ഉയരങ്ങളിലേക്ക് പുതിയ സിനിമ ഒക്കെ വരാൻ പോകുന്നു. അപ്പോൾ സിനിമ വന്നതിന് ശേഷം ഞാൻ എടുത്തോട്ടെ? എടുത്തു. എനിക്ക് ഞാൻ കൊണ്ടുപോയിട്ട് കാര്യമില്ലല്ലോ. പുതിയ സിനിമ ഒക്കെ വരാനിരിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സിനിമ വന്നതിന് ശേഷം ഞങ്ങളിലേക്ക് വരണം, ഇവിടേക്ക് ഇൻ ഫ്രെയിമിലേക്ക് വരണം. ഓക്കെ ഓക്കെ, പ്രാർത്ഥിക്കണം കേട്ടോ. ഓക്കെ, എല്ലാം നമ്മൾ ശ്രമിക്കുന്നുണ്ട്, സക്സസ് ആവാനായിട്ട് പ്രാർത്ഥിക്കാം. ഓക്കെ, ഇത്രയും വലിയ കലാകാരനെ തീർച്ചയായിട്ടും വലിയ വലിയ ഉയരങ്ങളിലേക്ക് എത്തുമല്ലോ, സംശയം വേണ്ട. താങ്ക് യു. ഓക്കെ ഏട്ടാ, താങ്ക് യു സോ മച്ച്. ഇതിലിപ്പോ ഓക്കെ, താങ്ക്സ്. ഓക്കെ റൈറ്റ്. അപ്പോൾ ഇൻഫ്രെയിം മീഡിയ തുടർന്ന് കാണാൻ നിരവധി കലാകാരന്മാരെ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. സോ ഓരോ പ്രോഗ്രാമിലും വെറൈറ്റികൾ ഒരുപാടുണ്ട്. ഇനി ഓണാണ് വരാൻ പോകുന്നത്. ഓണത്തിനായിട്ടുള്ള സ്പെഷ്യൽ പ്രോഗ്രാംസ് ഉണ്ട്, കാത്തിരിക്കുക ഇൻഫ്രെയിം മീഡിയ.